എല്ലാവർക്കും എംഎഫ്ടെക്കിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറുകളുടെ UPS കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. കറണ്ടിന് പലപ്പോഴും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ UPSകൾ പ്രധാനമായി വെക്കുന്നത്. എന്നാൽ ഈ UPSകൾ പ്രവർത്തിക്കുന്നത് ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ഒരു ബാറ്ററിക്ക് തുടർച്ചയായി അധികം കാലം പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. 2-3 വർഷം ആണൊരു UPS ബാറ്ററിയുടെ കാലാവധി. അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. ഈ സമയത്ത് നമ്മൾ UPS മാറ്റി പുതിയത് സ്ഥാപിക്കുകയോ അതിൻ്റെ ബാറ്ററി മാറ്റി വെക്കുകയോ ചെയ്തില്ല എങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് അത് വളരെ ദോഷകരമായി ബാധിക്കും. ബാറ്ററിയുടെ കാര്യക്ഷമത തീരുമ്പോൾ പുതിയ UPS വാങ്ങുന്നതിലും നല്ലത് പഴയ UPSൻ്റെ ബാറ്ററി മാറ്റി വെക്കുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം പഴയ UPSൻ്റെ ട്രാൻസ്ഫോമറെല്ലാം തന്നെ കോപ്പറിലാണ് വൈൻഡ് ചെയ്തിട്ടുള്ളത്. മിക്ക പുതിയ UPSകളുടെയും ട്രാൻസ്ഫോമർ അലൂമിനിയം കോയിലാണ്. ഇതൊരു പുതിയ UPSൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത് വൈൻഡ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം കോയിലാണ്. അതുകൊണ്ട് പഴയ UPSകൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന ചെറിയൊരു വർക്കാണ് UPSൻ്റെ ബാറ്ററി മാറ്റി വെക്കുക. ഈ ബാറ്ററി നമുക്ക് മാർക്കറ്റിൽ 600 രൂപ മുതൽ ലഭ്യമാണ്. അപ്പോൾ നല്ലൊരു കമ്പനി ബാറ്ററിക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു ബാറ്ററി നമുക്ക് ലഭിക്കും. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ UPSനെ തുറന്ന് അതിൻ്റെ ബാറ്ററി നമുക്ക് വളരെ എളുപ്പം മാറ്റി വെക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.